ഫഹനാഭവതു ഫഹനൗ ഭുനക്തു ഫഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവാം പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഭാഗവതഹംസം ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ വാഗ്ധോരണികൾ കൊണ്ട് ഇപ്പോഴും സമ്പന്നമായിരിക്കുന്ന ഈ സഭയിൽ ഭൗതിക സാന്നിധ്യമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ക്ഷേത്രത്തിൻ്റെ 4 മൂലകളിലും എപ്പോഴും പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയുടെ അകമ്പടിയോടെ ഈ വർഷത്തെ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യത്തെക്കാൾ ഉപരി അതൊരു പുണ്യമാണ്. പുണ്യം ചെയ്യുന്നവർക്ക് ഇതിന് യോഗ്യതയുണ്ടാവുകയുള്ളൂ എന്ന്. കഥം അകൃതപുണ്യപ്രഭവതി, പുണ്യമില്ലാത്ത ഒരാൾക്കിതെങ്ങനെ സാധിക്കും എന്നാണ്. ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ സമ്പാദിച്ചു വെച്ച സ്വല്പപുണ്യം കയ്യിലുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം ഇവിടെ കടന്നു വന്നിരുന്ന് ഇത് കേൾക്കാനുള്ള യോഗ്യതയുണ്ടായത് കൊണ്ടാണ്. അല്ലാത്തവർക്ക് കടന്നു വരാൻ പറ്റില്ല, വെളിയിൽ കൂടെ പോകാനേ പറ്റുള്ളൂ. കടന്നിരിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണം. എന്ത് വേണം കയ്യിൽ? കാശല്ല, പുണ്യം. അത് ഒന്ന് ഈ ജന്മത്തിൽ സമ്പാദിച്ചായിരിക്കും, അല്ലെങ്കിൽ മുമ്പുള്ള ജന്മത്തിലായിരിക്കും. എവിടുന്നോ സമ്പാദിച്ച സ്വല്പ പുണ്യം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ് എന്നൊരാശങ്കയില്ല. അതുകൊണ്ടാണ് മള്ളിയൂരെത്തി ഗണപതി ഭഗവാന്റെ മുമ്പിൽ വെച്ച് നിരന്തരമായി നടക്കുന്ന ഈ ഭാഗവത സത്രത്തിൽ പങ്കെടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന ആ പ്രസാദത്തെ ബുദ്ധിയിൽ നിക്ഷേപിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ പറ്റുന്ന ഒരു പാഠം, അതാണ് ഇവിടെ നിന്ന് ഓരോ പ്രഭാഷകരും നിങ്ങൾക്ക് തന്നുവിടുന്ന പ്രസാദം. ആ പ്രസാദം കൊണ്ടുപോയി ജീവിതത്തിൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എനിക്കും ഇതിനൊരു പുണ്യം ഈ വർഷവും, അതായത് ഈ സത്രം തുടങ്ങിയ വർഷം മുതൽ തന്നെ എല്ലാ വർഷവും മുടങ്ങാതെ ഞാനിവിടെ വരാറുണ്ട്. എല്ലാ വർഷവും നിരന്തരമായും ഈ ഒരു ഫബര്യ, അതിനൊരു പുണ്യം വാസ്തവത്തിലുണ്ടായി എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഈ വർഷവും ഇതാ എൻ്റെ ഒരു ആരാധന പോലെ ഭാഗവതത്തിലെ ഒരു വിഷയം ഭഗവത് പാദങ്ങൾ സമർപ്പിച്ച് പൂർണ്ണമാക്കാൻ കിട്ടുന്ന ഈ ഒരു സന്ദർഭത്തെ ജീവിതത്തിലൊരു പുണ്യമായി, അതൊരു ഭാഗ്യമായി, അഭിമാനമായി കരുതുന്നു. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ കപിലോപദേശം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അതൊരു നീണ്ട വിഷയമാണ്. അല്പസമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. 5-6 അധ്യായത്തിൽ കൂടി വ്യാപരിച്ച് കിടക്കുന്ന വലിയൊരു വിഷയമാണ്. അതിനൊരു മുഖവുരിയുണ്ട്, രാമുഖമുണ്ട്. അതൊന്ന് സൂചിപ്പിച്ചിട്ട് വിഷയത്തോട്ട് നമുക്ക് അവിടെ പ്രവേശിക്കാം. 3-ാം സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിതുരമൈത്രേയ സംവാദം. ഭാഗവതം ഓരോന്നും സംവാദ രൂപത്തിലാണ് മുമ്പോട്ട് നീങ്ങുന്നത്. അതിൽ ഇവിടെ ആദ്യം തുടങ്ങിയിരിക്കുന്ന വിതുര മൈത്രേയ സംവാദത്തിലൂടെയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ഏജൻറ്റുകളുടെ സംഭാഷണത്തിൽ കൂടിയാണ് ഈ കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരാൾ തന്നെ മറ്റൊരാളോട് പറയുക അല്ല. എനിക്ക് ഇന്നാര് പറഞ്ഞു കേട്ട് ഞാൻ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് പറയാൻ പോകുന്നത്. അങ്ങനെ വിതുരമൈത്രേയ സംവാദത്തിലാണ് ഈ വിഷയം വരുന്നത്. വരാഹാവതാരത്തിലൂടെ ഭൂമിയെ ഉദ്ധരിച്ചു ഭഗവാൻ. കടലിനടിയിൽ താണുപോയിരുന്ന ഭൂമിയെ അവിടെ നിന്നും വരാഹമൂർത്തിയായി ഉയർത്തിയെടുത്തുകൊണ്ടെന്ന് അത് ഉറപ്പിച്ചു നിർത്തി അതിലെ കടലിൽ കിടന്നതുകൊണ്ട് ബാധിച്ച ഉപ്പുരസത്തെ മുഴുവനും യജ്ഞം ചെയ്ത് ഇല്ലാതെയാക്കി പരിശുദ്ധമാക്കിയ ഭൂമി വാസയോഗ്യമാക്കി, കൃഷിക്ക് യോഗ്യമാക്കി. അതുകൊണ്ടാണ് അതിൻ്റെ ഒടുവിൽ യജ്ഞവരാഹമൂർത്തി എന്നുള്ള രൂപത്തിൽ യജ്ഞസ്വരൂപനായാണ് വരാഹമൂർത്തിയെ അവതരിപ്പിക്കുന്നത്.
യജ്ഞം ചെയ്തെങ്കിൽ മാത്രമേ ഭൂമി ഫലഭൂയിഷ്ടമാവുകയുള്ളൂ, അല്ലാണ്ടാവില്ല. ഉപ്പുരസം കലർന്നിരുന്ന ഭൂമിയെ അത് മാറ്റിയെടുത്ത് കൃഷിക്ക് ഉപയുക്തമാക്കി ഫലഭൂയിഷ്ടമാക്കി മാറ്റിയതുകൊണ്ട് വരാഹ അവതാരത്തിൽ കൂടി ഭൂമി വാസയോഗ്യമാക്കി മാറ്റി. ഇനിയും വേണ്ടത് സൃഷ്ടിയാണ്. പലതരത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ചാണ് ഈ സ്കന്ധത്തിൽ മുഖ്യമായും പ്രതിപാദിക്കുന്നത്. ബ്രഹ്മാവിൽ കൂടിയാണ് ഈ പ്രജാസൃഷ്ടികൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രജാസൃഷ്ടി ബ്രഹ്മാവിനെ സംബന്ധിച്ചൊരു കർമ്മമാണ്, നിത്യകർമ്മം എന്ന് പറയാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പല്ലത് വെക്കുന്നത് പോലെ ബ്രഹ്മാവിന് എല്ലാ ദിവസവും സൃഷ്ടി നിരന്തരമുണ്ട്. ഒരു ദിവസം പോലും ഇളവ് കിട്ടില്ല, ഇന്ന് അവധി കൊടുക്കാം എന്നില്ല. നിരന്തരമായും കൽപ്പാന്ത പ്രളയം വരെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കലാണ്. ഇത് ബ്രഹ്മാവിൻ്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്. മനുഷ്യജീവിതവും കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. എല്ലാവരും ഏതു സമയവും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. ന ജാതു തിഷ്ഠതി അകർമ്മകൃത്തെന്ന് ഗീത പറയും. അകർമ്മകൃത്ത് ഒരിക്കലും നിലനിൽക്കില്ല. കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഒരു ശ്വാസോച്ഛ്വാസമെങ്കിലും ചെയ്യണം, അതൊരു കർമ്മമാണ്. അതെങ്കിലും ഇല്ലാതെ ആർക്ക് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് നിത്യവും കർമ്മബന്ധിതരാണ് സകല മനുഷ്യരും എല്ലാവരും. ഇനിയും ആ കർമ്മത്തിന് 3 ഘടകങ്ങളുണ്ട്. അത് ദേശം, കാലം, കർത്താവ് എന്ന 3 ഉപാധികൾ കൂടിയാണ് കർമ്മം നടക്കുന്നത്. ഇപ്പോൾ കർമ്മം നടക്കാനുള്ള ദേശം വേണം, ഒരു കാലം വേണം, ഒരു കർത്താവ് വേണം. ഇത് 3 ഉണ്ടെങ്കിലേ കർമ്മം അത് നടക്കുകയുള്ളൂ. ഇവിടെ ഭാഗവതത്തെ സംബന്ധിച്ച് ദേശാധിപതികളായ രാജാക്കന്മാർ, കാലാധിപതികളായ മനുക്കൾ, കർത്തൃധിപതികളായ പ്രജാപതിമാർ എന്നിങ്ങനെ 3 വിഭാഗം സൃഷ്ടിയുടെ വിഷയങ്ങളായിട്ട് അവതരിപ്പിക്കും. അതിൽ പ്രജാപതിയിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു പ്രജാപതിയുടെ കഥയാണ് ആരംഭിക്കുന്ന കർദമ പ്രജാപതി. ബ്രഹ്മാവിനെ നിഴലിൽ കൂടി നിഴൽ രൂപത്തിൽ ഉണ്ടായ ഒരു പുത്രനാണ് ഈ കർദമൻ എന്ന ഈ പ്രജാപതി. ഉണ്ടായിക്കഴിയുമ്പോൾ മാനവ സൃഷ്ടി എന്ന് പറയാം. മനസ്സുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും എന്ന് ഇനി ഭാവിയിൽ ശാസ്ത്രം തെളിയിക്കാൻ പോകുന്നുണ്ട്. ഭാഗവതം നേരത്തെ വാക്കുകൊടുത്തിട്ടുണ്ട്, ഇതാകും പറ്റുന്നതാണ്. അങ്ങനെ കർദമനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിതാവിൻ്റെ കർമ്മം എന്താണ്? സൃഷ്ടിയാണ്. അതിൽ സഹായിക്കണം. അതാണ് പുത്രൻ്റെ കടമ. നമ്മുടെ സ്വധർമ്മം എന്താണ്? സൃഷ്ടിക്കലാണ്. അതിനാണ് പ്രജാപതിമാർ. നിങ്ങൾ കർത്താക്കളാണ്, നിങ്ങൾ കർത്തൃധിപതിമാരാണ്, കർമ്മം ചെയ്യാനുള്ള പ്രധാന കർത്താക്കൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അച്ഛനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വലിയ വിഷമം പിടിച്ചൊരു പണിയാണ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ പ്രായമായി, വിവാഹം കഴിക്കുന്നു, സന്താനം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് അവർക്ക് സന്താനം ഉണ്ടാകുന്നു, അവർക്ക് സന്താനം ഉണ്ടാകുന്നു. ഇതിങ്ങനെ നീണ്ടുപോവില്ലേ? എവിടെയാണ് ഇതിൻ്റെ വിച്ഛിത്തി? എനിക്കൊന്ന് തിരിച്ചു പോരണ്ടേ? എവിടെന്നെങ്കിലും പോരാൻ പറ്റില്ല. ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന മക്കളുടെ മക്കൾ, അതിൻ്റെ മക്കൾ, അതും കൂടെ കഴിയിട്ട് ഇത് കഴിഞ്ഞ് എന്നാ പോരുക? എന്നെങ്കിലും എനിക്ക് തിരിച്ചു പോരാൻ പറ്റുമോ? അപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചാലോ നേരത്തെ പോകാമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത് എന്നിങ്ങനെ അറിയിച്ചു ഈ സ്വന്തം വിഷയം. ഇപ്പം എന്താണ്, വിവാഹം ആയാൽ, അതിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടായാൽ അവർക്ക് പഠിപ്പ്, അവർക്ക് ജോലി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം അതൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി അവർക്കൊരു സന്താനം ഉണ്ടായി, ഇനി ആ കുട്ടികളെ നോക്കണം, ആ ജോലിയായി, അവരെ പഠിപ്പിക്കലായി, അവർക്ക് ജോലിയായി, അവരുടെ വിവാഹം. ഇത് എവിടെ നിന്നാണ് തിരിഞ്ഞു പോരാൻ പറ്റുക? നമുക്ക് ആർക്കും പിന്തിരിഞ്ഞു പോരാൻ പറ്റാത്തൊരവസ്ഥയാകും. അതുകൊണ്ട് എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കാം. പരിപൂഢുകാമ സമാനശീലാം, സമാനമായ നല്ല ഫൽസ്വഭാവിയായ എന്നോട് ഇണങ്ങുന്ന ഒരു പത്നിയെ കിട്ടിയാൽ ഞാൻ ഗൃഹമേധം എന്നുള്ള എൻ്റെ 2ാമത്തെ ആശ്രമം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ പത്നിയെ കിട്ടണം. അതിനിവിടെ പോകും.
ഫമാനശീല, ഫമാന ഗുണം, ഫമാനശീലം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല പെൺകുട്ടിയെ കിട്ടിയാൽ ഞാൻ അതിന് തയ്യാറാണ്. അതുകൊണ്ട് അതിനെന്ത് വേണം? ഒരു നല്ല പത്നിയെ കിട്ടാൻ തപസ് ചെയ്യണം. തപസ് ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നല്ല പങ്കാളി പത്നിയെ കിട്ടുള്ളൂ. തപസ് ചെയ്യാനോ വിവാഹം കഴിക്കാൻ? അതെ, തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് കാഷായം എടുത്ത് കാട്ടിൽ പോയി ചെയ്യുന്ന ജോലിയല്ല. വീട്ടിലിരുന്ന് തപസ് ചെയ്യാം. ആ തപസ് ഒരു വ്രതമാണ്. വിവാഹത്തിന് മുമ്പ് നമുക്ക് ഒരു വ്രതമുണ്ടായിരുന്നു, വിവാഹ ദീക്ഷ എന്നായിരുന്നു എൻ്റെ പേര്. ദീക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം വ്രതം എന്നാണ്. വിവാഹത്തിന് മുമ്പ് വധൂവരന്മാർ ഒരു മണ്ഡലക്കാലം, അതായത് 41 ദിവസം എന്ത് ചെയ്യണം? വ്രതം അനുഷ്ഠിച്ചിട്ട് വിവാഹിതരാവണം. അപ്പോൾ വിവാഹത്തിന് 40 ദിവസം മുമ്പേ മുതൽ ഇവർ എന്ത് ചെയ്യണം? കുറേ വ്രതങ്ങൾ പറയും. ധ്യാനങ്ങൾ, ജപങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, ഇതെല്ലാം വിവാഹത്തിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അപ്പോൾ ഈ 41 ദിവസം കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടേ എനിക്ക് വിവാഹം കഴിക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു കളിയല്ല, കല്യാണം എന്ന് തോന്നിക്കും. ഇതിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ വിവാഹിതരായി, വളരെ എളുപ്പമായി. ഇതല്ല. അതിന് നല്ല പ്രയത്നം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആവശ്യമാണ്. അതിൻ്റെ പേരാണ് വ്രതം എന്ന്. ഇതനുഷ്ഠിക്കുമ്പോൾ ഇവർ ധ്യാനിക്കേണ്ടത് പരസ്പരമാണ്. വധു വരനെയും വരൻ വധുവിനെയും. പരസ്പര തപസ്സമ്പത് ഫലായുധ പരസ്പരവും. അങ്ങനെ പരസ്പരം തപസ്സനുഷ്ഠിച്ചിട്ട് ആ തപസ്സിൻ്റെ ഫലം കൊണ്ട് കിട്ടുന്ന പാരസ്പര്യത്തെ ആർക്കും ഇളക്കി മാറ്റാൻ പറ്റില്ല, ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഇത്രയും കഴിഞ്ഞിട്ട് തപസ് ചെയ്ത് കിട്ടുന്ന വിവാഹബന്ധത്തെ ഒരിക്കലും മാറ്റാൻ ആർക്കും പറ്റില്ല. അങ്ങനെ പരസ്പരം തപസ് ചെയ്ത് തപസ് കൊണ്ട് കിട്ടുന്ന ഫലം ആണ് ഏത്? ഈ വിവാഹബന്ധത്തിലേക്കെന്ന് ഉറപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഒരപകടവും ഉണ്ടാവില്ല. ഇന്ന് അതൊക്കെ മാറ്റിയിട്ട് പ്രീ മാരിറ്റൽ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ഒരാഴ്ച എന്തൊക്കെയോ പല്ലൊക്കെ ഇവിടെയൊക്കെയോ നടത്തുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, അത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിവാഹം അപ്പോൾ ഒരു ആശ്രമത്തിലേക്കുള്ള പ്രവേശനമാണ്. ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. അത് അത്ര എളുപ്പമല്ല എന്ന് ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തി മാത്രം വേണം അതിലേക്ക് കടത്തിവിടാൻ. തിതിക്ഷ, എന്തും സഹിക്കാൻ, എന്തിനോടും പൊരുത്തപ്പെടാൻ എന്തൊക്കെ പാഠങ്ങളാണ് ഇവർക്ക് കൊടുത്തു വിടേണ്ടത്. ഇതൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരൊക്കെ ഇട്ടിട്ട് പോരും. ഒന്നിനോടും പൊരുത്തപ്പെടാൻ പറ്റാത്തവരല്ലേ ഇന്നത്തെ കുട്ടികളൊക്കെ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു നേരത്തെ ഭക്ഷണത്തിനോട് പോലും അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഒരു നേരത്തെ ഭക്ഷണം ഇന്ന് ഇഡ്ഡലിയാണ്, അത് വേണ്ട, എനിക്ക് പുട്ട് വേണം എന്ന് വാശി പിടിക്കുന്ന കുട്ടികളാണ്. ഒരു നേരം എന്ത് ഭക്ഷണവും കഴിക്കാം, പോട്ടെ എന്ന് വെക്കാനുള്ള മനസ്സ് ഇല്ലാത്ത കുട്ടികളാണ്. അവർ മറ്റൊരു വീട്ടിൽ ചെന്നാൽ മറ്റൊരു മാതാപിതാക്കളോട് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോട് എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റും? പിറ്റേ ദിവസം എന്തു ചെയ്യും? തിരിച്ചു പോരും. അതുകൊണ്ടാണ് കർദമൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്തു? തപസ്സനുഷ്ഠിച്ചിട്ടേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്ന് വെച്ചു. അപ്പോൾ എന്തു ചെയ്യും? നല്ല പത്നിയെ കിട്ടും. പൊരുത്തപ്പെടുന്ന, എന്തിനോടും ചേർന്ന് പോകുന്ന യോഗ്യമായൊരു പത്നിയെ ലഭിക്കാൻ തപസ് അനിവാര്യമാണ്. അങ്ങനെ അദ്ദേഹം തപസ്സനുഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ പ്രത്യക്ഷനായി ആയിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കേട്ടോളൂ, വിവാഹം കഴിച്ചോളൂ. അനുരൂപയായൊരു പത്നിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? ഭഗവാൻ തന്നെ പറയാം. നിനക്ക് ചേർന്ന ഒരാൾ വൈവസ്വതമനുവിൻ്റെ ശതരൂപയുടെയും പുത്രിയായ ദേവഹൂതിയെ വിവാഹം കഴിക്കാൻ ഭഗവാൻ പറഞ്ഞു, കഴിച്ചോളൂ, പറ്റിയ പത്നിയാണ്. ശരി, ആയിക്കോട്ടെ, അതിന് തയ്യാറായി. എന്നിട്ട് സ്വയംഭൂമനുവിൻ്റെ അവിടെ ചെന്ന് അവരോടും പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് പറ്റിയൊരു ഭർത്താവ് കർദമനാണ്. നോക്കൂ, ഇത് രണ്ടും ഇണക്കി റെഡിയാക്കിയത് ഭഗവാന്റെ ഒരു ദൗത്യം ആയിരുന്നു. അങ്ങനെ രണ്ടുപേരെയും പ്രാപ്തരാക്കി സ്വയംഭൂമനു മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യം ബ്രഹ്മാവിനെ ധരിപ്പിച്ചു. ബ്രഹ്മാവും ഇത് തന്നെ സമ്മതിച്ചു. കർദമനുമായി വിവാഹം കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. പക്ഷേ വിവാഹം എന്നുള്ളത് അദ്ദേഹത്തിന് ചെറിയ ആശങ്കയുണ്ടാക്കി. കാരണം
വിവാഹം എന്നുള്ളതൊരു ദുഃഖം തന്നെയാണ്, സുഖം ആണെന്ന് തോന്നില്ല. വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖം, വിവാഹം കഴിച്ചില്ല, കഴിച്ചു കഴിഞ്ഞാലോ ദുഃഖം. രണ്ടായാലും ദുഃഖമാണ്. വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്ന് ദുഃഖം, കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലുണ്ടാകാവുന്ന ദുഃഖങ്ങൾ നേരത്തെ നമുക്ക് പറയാനേ പറ്റില്ല. ഓരോ വഴിക്ക് ഓരോന്ന് വന്നു ചേരുകയാണ്. ഇനിയും എങ്ങനെയെങ്കിലും വിവാഹം കഴിഞ്ഞാൽ എന്താണ്, മക്കളില്ലെങ്കിൽ ദുഃഖം, കുട്ടികൾ ഉണ്ടായില്ല എന്ന് ദുഃഖം, കുട്ടികൾ ഉണ്ടായാലോ പിന്നെ പറയാനുമില്ല അല്ലേ. ഇന്നത്തെ മാതാപിതാക്കളുടെ ഒക്കെ ഏറ്റവും വലിയ ദുഃഖം ആരെക്കുറിച്ചാണ്? മക്കളെക്കുറിച്ചാണ്. മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്നവരാണ് മാതാപിതാക്കൾ. ഇനിയും ആൺമക്കൾ ഉണ്ടായില്ലെങ്കിൽ ദുഃഖം, ആൺമക്കൾ ഉണ്ടായാൽ ദുഃഖം, പെൺമക്കൾ ഉണ്ടായില്ലെങ്കിൽ ദുഃഖം, ഉണ്ടായാൽ ദുഃഖം. നോക്കൂ, എവിടെയാണ് ദുഃഖമില്ലാത്തത്? ഇത് മുഴുവൻ ഒരു ദുഃഖ പരമ്പരകളാണ്. അതുപോലെ ഇനിയും രണ്ടുപേരും ഉണ്ടായാൽ അതിനേക്കാൾ ദുഃഖം. ഇനിയും അവർക്ക് ജോലി കിട്ടുന്നിടം വരെ ജോലിയില്ല എന്ന ദുഃഖം, അവർക്ക് ജോലി കിട്ടിയാൽ ആ കിട്ടിയ ജോലിയെക്കുറിച്ചുള്ള ദുഃഖം. ഇതെവിടെയാണ് തീരുക? ഇതല്ലേ ഇന്ന് ലോക ജീവിതത്തിൽ നമുക്ക് നടന്നുകൊണ്ടേയിരിക്കാം. ഇതിങ്ങനെ സ്ഥിരം. ഇതാണ് സംസാരിയായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ. ഇതാണ്. അതുകൊണ്ട് ഒരു ഗൃഹസ്ഥൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഞാനതിന് തയ്യാറാവുകയാണ്. ഇത്രയും വിഷമതകൾ ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതൊന്നും അറിയാതെ കണ്ടാണ് ചാടി പുറപ്പെട്ട അപകടങ്ങളിലേക്ക് ചാടുന്നതെന്നർത്ഥം. അതുണ്ടാവാതിരിക്കാൻ എന്താണ്, കർദമൻ വളരെ പാകപ്പെടുത്തിയിട്ടാണ് വിവാഹത്തിന് അവിടെ തയ്യാറായത്. അങ്ങനെ സ്വയംഭുവനും ശതരൂപയും ആയിട്ട് ഒരു വലിയ അതിമനോഹരമായ രഥത്തിൽ, സ്വർണ്ണനിർമ്മിതമായ രഥത്തിൽ ധാരാളം സമ്പത്തുള്ള ആദ്യത്തെ ചക്രവർത്തിയാണ് മനു. ഇഷ്ടം പോലെ സമ്പന്നനാണ്, ഏക മകളാണ്. ആ മകളെയും കൊണ്ട് എന്താണ്, കർദമാശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. കർദമൻ ഇങ്ങോട്ട് വന്ന് പെണ്ണ് കാണാൻ വന്നതല്ല, പിന്നെന്താണ്, ഈ മകളെയും കൊണ്ട് കർദമാശ്രമത്തിലേക്ക് അച്ഛനും അമ്മയും കൂടി അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നിട്ട് കർദമനെ എപ്പോഴാണ് കാണുക? മുൻപ് കണ്ടിട്ടില്ലാരും. അവിടെ വെച്ച് കണ്ടു, കർദമനുമായിട്ട് സംഭാഷണം ചെയ്തു. ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചിട്ടാണ് വരുന്നത്. എനിക്കൊരു മകളുണ്ട്, അങ്ങ് ഈ മകളെ വിവാഹം കഴിക്കും എന്നൊക്കെ ബ്രഹ്മാവ് പറഞ്ഞു കൊണ്ട് വന്നതാണ്. ശരി, ആയിക്കോട്ടെ. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. പക്ഷെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. വിവാഹം കഴിഞ്ഞ് സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ തപസ്സിന് പോകും. സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിൽക്കില്ല, ഞാൻ തപസ്സിന് പോകും. അത് അംഗീകരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം, ഞാൻ വിവാഹത്തിന് തയ്യാറാണ്. ദേവഹൂതി സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ വിവാഹം നടക്കുക. എന്നാൽ ഇനി പോയിട്ട് വരട്ടെ, പിന്നൊരിക്കലാട്ടെ, ഒരുങ്ങട്ടെ, ഒന്നുമില്ല, ഒരുക്കമില്ല, ഒന്നുമില്ല. ഇവർ 3 പേരേ ഉള്ളൂ. ആശ്രമത്തിലും കർദമനും 1-2 പേരും മാത്രം. 6-7 പേര് കൂടി ആദ്യത്തെ ചക്രവർത്തിയുടെ ആദ്യ മകളുടെ വിവാഹം എത്ര ലളിതമായിട്ട് നടത്തി അല്ലേ. ഇന്ന് വിവാഹം 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 ദിവസമാണ്. പണ്ടൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നു വിവാഹം. ഇതല്ല, തലേ ദിവസം, അതിൻ്റെ തലേ ദിവസം, അതിൻ്റെ തലേ ദിവസം, പിറ്റേ ദിവസം, പിന്നെയും. എത്ര ആഘോഷങ്ങളാണ്, എത്ര ലക്ഷങ്ങൾ കാശുകളാണ് വിവാഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, പാഴായി ചിലവഴിക്കുന്നത്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി അവരെ കണ്ടെന്നും കണ്ടില്ലെന്നും വരും, വേണമെങ്കിൽ ഉണ്ടിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ എവിടെയെങ്കിലും മുന്തും തള്ളും പിടിച്ച് കയറിയിരുന്ന് എന്നാൽ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് അവർ സ്ഥലം വിടും. ഇത്രയ്ക്കല്ലേ വിവാഹത്തിന് ചിലവ് നടക്കുക. ഇവിടെ നോക്കൂ, ആരുമില്ല, 6-7 പേര് മാത്രം. എത്ര ഒതുങ്ങിയ ശാന്തമായൊരു വിവാഹം. ഇത് കർദമൻ നമുക്കൊക്കെ ഒരു മാതൃകയാക്കി കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവാഹം നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് വിവാഹത്തിന് ഒരുങ്ങേണ്ടത്, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന് പഠിക്കാനുള്ള കുറേ പാഠങ്ങൾ അദ്ദേഹം കാണിച്ചു തരികയാണ്. അങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ എന്നാണ്. അങ്ങനെ എന്താണ്, ഒരു എളിയ വിവാഹത്തിൽ ആദ്യത്തെ ചക്രവർത്തിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. അവർ ഗുരുശിഷ്യന്മാരെ പോലെ കഴിഞ്ഞു. ഭാര്യാഭർത്താക്കന്മാരെ പോലെയല്ല, ഗുരുശിഷ്യന്മാരെ പോലെ. കർദമൻ ഗുരു, ദേവഹൂതി ശിഷ്യ. ഈ ഗുരു എപ്പോഴും തപസ്സിലാണ്. ഉണർന്ന് കണ്ണു നോക്കിയല്ലേ തന്നെ കാണാറേ ഇല്ല. ദേവഹൂതി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി കൊണ്ടു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ അടുക്കൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം ജപവും ധ്യാനവും ഇത് മാത്രമാണ്. ഇനിയും താൻ കിടന്നുറങ്ങിയ കൊട്ടാരം
സ്വർണ്ണക്കട്ടിൽ, സ്വർണ്ണമെത്തകൾ, എത്രയത് ഒഴിമാർ, എത്ര വിശാലമായ മുറികൾ, അതൊക്കെ കളഞ്ഞിട്ട് ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങിക്കോളൂ. വേറൊന്നുമില്ല. ഇവിടെ അതേ ഉള്ളൂ. ഡൈവേഴ്സ് ചെയ്തിട്ട് ആൾ പിറ്റേ ദിവസം വീട്ടിൽ പോയില്ല. ഇതാണ് ദേവഹൂതിയുടെ ഏറ്റവും വലിയ ഒരു മഹത്വം. കാരണം അവൾ സമ്മതിച്ചാണ്, കർദമൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണ്. ഭക്ഷണം ഒന്നുമില്ല. പിന്നെ എന്താണ്? കാട്ടുകരയിൽ കൂടി ഒഴുകുന്ന വെള്ളം ദാഹിക്കുമ്പം കുടിക്കാം. അതേപോലെ കാട്ടുപഴങ്ങളും കാട്ടുകായ്കളും ഒക്കെ അവിടുന്ന് പറിച്ച് കഴിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഭക്ഷണം. ഭക്ഷണവും ഉറക്കവും താമസവും ഇത്രയൊക്കെ ഉള്ളൂ. അവൾ രാവിലെ കുളിച്ച് എന്താണ് ഈറൻ മാറാതെ, വസ്ത്രങ്ങളൊന്നുമില്ല, ഇതേ ഉള്ളൂ, ഈ ഉടുത്തിരിക്കുന്ന ഒന്നേ ഉള്ളൂ. നോക്കൂ, എന്തൊരു കൊട്ടാരത്തിന് വന്നവളാണ്. ആരെങ്കിലും സഹിക്കുമോ? ഒരൊറ്റ സ്ത്രീകളും സഹിക്കില്ല. അവിടെയാണ് ദേവഹൂതിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. അവൾ ഒരു ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ രാപകലില്ലാതെ എല്ലാ ദിവസവും നിരന്തരമായും കർദമനെ ശുശ്രൂഷിച്ചു. കാലം കൊണ്ട് ഇവൾ വിരൂപയായി. സൗന്ദര്യമെല്ലാം പോയി. ക്ഷീണിച്ച് മെലിഞ്ഞ് കറുത്ത് ഒരു വള്ളി പോലെ മെലിഞ്ഞുപോയി. അച്ഛനമ്മയും വിളിച്ചു വരുത്തിയൊന്നുമില്ല. അവർ കാണാനും വന്നില്ല. ഫോണൊന്നുമില്ലെങ്കിലും ഇത് എൻ്റെ ഈ ദുരവസ്ഥ എൻ്റെ അച്ഛനമ്മയൊന്ന് കണ്ടോട്ടെ എന്ന് പോലും ആരെയും അറിയിച്ചില്ല. അവർ വിവാഹം കഴിച്ചു പോയി. ഇനിയും കാര്യമൊന്നുമില്ല. ബാക്കി ആരും നോക്കിക്കോളും, കർദമൻ നോക്കിക്കോളും. ഇങ്ങനെ വളരെ കഷ്ടതകളും വിഷമതകളും ഒക്കെ സഹിച്ച് ഒരു ദിവസം, കുറേ വർഷങ്ങൾ പോയി ഇങ്ങനെ, ഒരു ദിവസം കർദമൻ തപസ്സിൽ നിന്നും കണ്ണു തുറന്ന് അടുത്തിരിക്കുന്ന പത്നിയെ ഒന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ദേവഹൂതിയെ നന്നായി കാണുന്നത്. ഇപ്പോഴാണ് ഉണങ്ങി മെലിഞ്ഞ് ജട പിടിച്ച മുടിയും അല്ലേ, ആകെപ്പാട് ക്ഷീണിച്ച് മെലിഞ്ഞ് ഏകവസ്ത്രയായി നിൽക്കുന്ന പത്നിയെ കണ്ടു. ഒരു വിഷമം തോന്നി. വിവാഹം കഴിഞ്ഞ ഒരു പത്നി ഇതൊന്നും അല്ല അനുഭവിക്കേണ്ടത്. അദ്ദേഹം തൻ്റെ കൈകൊണ്ട് അവളുടെ ദേഹത്ത് ഒന്ന് തലോടി, ഒന്ന് സ്പർശിച്ചു. നിമിഷങ്ങൾക്കകം അവർ ലൗകിക സുന്ദരിയായി. ബിന്ദു ഫരഫ് എന്ന ആ സരസ്വതിയിലുള്ള ഒരു തടാകത്തിൽ ഇറങ്ങി കുളിച്ചു വരാൻ പറഞ്ഞു. അതിലേക്ക് ഇറങ്ങി അവൾ മുങ്ങി നിവർന്നപ്പോൾ 1000 തോഴിമാർ അവളുടെ ചുറ്റും. ഇതുവരെ ഇങ്ങനൊരു സൗന്ദര്യധാമം ആരും കണ്ടിട്ടില്ല. അതേപോലെ സുന്ദരിയായി. തിരിച്ച് കർദമൻ്റെ ആശ്രമത്തിൽ വരുമ്പോൾ കർദമൻ ഏറ്റവുമില്ല കാമദേവനെ വെല്ലുന്ന യുവാവ്. അത്യധികമായ സൗന്ദര്യം. രണ്ടുപേരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് കർദമൻ അതിമനോഹരമായ ഒരു വിമാനം, തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു വിമാനത്തെ സൃഷ്ടിച്ച് വരുത്തി. ആ വിമാനം 6-7 നിലകളുള്ള വിമാനമാണ്. ഇന്നത്തെ പോലെ ഒറ്റ നിലയൊന്നുമല്ല, 6-7 നിലകളുണ്ട്. അതിലൊക്കെ കിടക്കമുറിയുണ്ട്, ഭക്ഷണശാലയുണ്ട്, പൂജമുറി, എല്ലാത്തിനുണ്ട്. എല്ലാ മുറികളും പ്രത്യേകമുണ്ട്. ധാരാളം മെത്തകൾ, തലയിണകൾ, എല്ലാ ഉപകരണങ്ങളും അതിനകത്തുണ്ട്. എന്നിട്ട് പൈലറ്റില്ല. എന്തു ചെയ്യും? കാമകം എന്നാണ് അതിൻ്റെ പേര്. ഇഷ്ടം പോലെ എന്തു ചെയ്യാം? മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി ഇന്നിടത്തിറങ്ങണം എന്ന്. ഭാവിയിൽ ഇതൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ പൈപ്പിനെ ഒട്ടിച്ചെന്ന് വെറുതെ കൈനീട്ടി എന്ത് കിട്ടും? വെള്ളം കിട്ടാറില്ലേ? അങ്ങനെ വല്ലതും ആരെങ്കിലും സങ്കല്പിച്ചതാണോ? അല്ലല്ലോ. താപ്പ് പോലും തുറക്കണ്ട. അപ്പം ഭാവിയിൽ പൈലറ്റില്ലാതെ ഓടിക്കാവുന്ന വിമാനം ഉണ്ടാകും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ആ വിമാനത്തിൽ കയറി ഇങ്ങനെ സഞ്ചരിച്ചു പോയി. എത്ര ഉദ്യാനങ്ങളാണ്? 5 ഉദ്യാനങ്ങൾ. ഈ സ്വർഗലോകത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് കടന്നിട്ട്, ഭൂഗോളത്തിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് തൻ്റെ പത്നിയെ ഭൂഗോളം കാണിച്ചു കൊടുത്തു. നോക്കൂ, ഇതാണ് ഭൂഗോളം എന്ന്. എന്താണ്? വിമാനത്തിൽ ചുറ്റി സഞ്ചരിക്കുകയാണ്. എവിടൊക്കെ ചുറ്റി സഞ്ചരിക്കാമോ അവിടെയൊക്കെ കറങ്ങി എത്രത്തോളം ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിക്കാമോ അതൊക്കെ അനുഭവിച്ച് ജലക്രീഡ, ഉദ്യാനക്രീഡ, സകലമാന ക്രീഡകളും നിർവഹിച്ച് ഒരു വധൂവരന്മാർ എന്തൊക്കെയാണോ രമിക്കേണ്ടത് സകല ആ രമ്യ പദ്ധതികളെയും കർദമൻ ആവിഷ്കരിച്ചു. നോക്കൂ, ഇതൊക്കെ അനുഭവിക്കുന്നത് ഒരു തപസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനടക്കം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ കാമകേളികളുടെ കൂത്തരങ്ങായിട്ട് ജീവിതത്തെ കൊണ്ടുപോയാൽ തല്ലിപ്പിരിയും,
തകർത്ത് കളയും, അടിപിടി ഉണ്ടാകും, ഉറപ്പാണ്. അതേ സമയത്ത് ഒരു തപസ് കഴിഞ്ഞിട്ടാണ് ഈ കാമവിഭവങ്ങളൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ അതിന് നല്ല അടക്കവും ഒതുക്കവും ശാന്തതയുണ്ട്. ഇതാണ് കർദമൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് കാമഭവങ്ങൾ അനുഭവിക്കേണ്ട എന്ന് പറയില്ല. അനുഭവിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു തപസ്സുണ്ടെങ്കിൽ അപകടത്തിലേക്ക് ഒരിക്കലും പോവില്ല. ഒരിക്കലും വിവാഹം കഴിഞ്ഞുള്ള ജീവിതം അപകടം ആവില്ല. ഇപ്പം നമ്മൾ മിക്കവാറും കാണുന്ന കാഴ്ചകൾ ഇതാണ്. ഭാഗവതം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു കർദമൻ്റെ കഥയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്ന എത്ര പാഠങ്ങളാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് ഇത്രമാത്രം കർദമന് നന്നായിട്ട് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ട്. എന്നിട്ട് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് വിമാനം അവിടെ തിരിച്ചെത്തി. കർദമൻ്റെ ആശ്രമത്തിലെത്തി. അവർ കർദമൻ തൻ്റെ ആത്മശക്തി എന്ന രേതസിനെ 9 സങ്കല്പിച്ച് പത്നിയിൽ നിക്ഷേപിച്ചു. 9 പുത്രിമാരുണ്ടായി. അത് പെട്ടെന്നാണ്, യോഗശക്തി കൊണ്ടായതൊക്കെ. ഒത്തിരി കാലമൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ പുത്രിമാരുണ്ടായി. 9 പേർ. സന്തോഷമായി. 9 പുത്രന്മാരുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കർദമൻ പറഞ്ഞു, ഞാൻ അന്നൊരു വാക്ക് തന്നില്ലേ വിവാഹത്തിന് മുമ്പ്, പുത്രന്മാരുണ്ടായാൽ ഞാൻ തപസ്സിന് പോകും, അപ്പോൾ ഇനി ഞാൻ പോകട്ടെ. അപ്പോൾ ദേവഹൂതി ഉള്ളിൽ വലിയ അങ്കലാപ്പാണ്. ഉള്ളിൽ തീ കത്തുന്ന കാരണം 9 പെൺമക്കളെ തന്നിട്ട് ഇദ്ദേഹം പോവുകയാണ്. ഇവരെ എന്ത് ചെയ്യണം? വിവാഹം കഴിപ്പിച്ചേക്കണ്ടേ? ആ ജോലി താൻ തന്നെ ചെയ്യണ്ടേ? ഭർത്താവില്ല. എന്തു ചെയ്യും? ഇതിങ്ങനെ കത്തുന്ന വേദനയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് കർദമനോട് പറഞ്ഞു, അങ്ങയിൽ നിന്നും ഞാൻ ഇക്കാലം മുഴുവൻ അനുഭവിച്ചത് ഭൗതിക സുഖങ്ങളാണ്, ലൗകിക സുഖങ്ങളാണ്. അതല്ല വേണ്ടത്. ഒരാത്മീയ സുഖം ലഭിക്കാൻ, മോക്ഷാവസ്ഥയിലേക്ക് കടക്കാൻ പര്യാപ്തമായ ഉപദേശങ്ങൾ തരാൻ അങ്ങയുടെ ആത്മീയ ശക്തി ഒരു പുത്രനായിട്ട് ജനിച്ച് അതെനിക്ക് സമ്മാനിച്ചിട്ട് പൊക്കോളൂ. ഇതാണ് അവൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് 10ാമതായിട്ട് ഭഗവാൻ തന്നെ തൻ്റെ അംശം കൊണ്ട് രേതസിൽ പ്രവേശിച്ച് ഗർഭത്തിലൂടെ ഇവരുടെ 10ാമത്തെ പുത്രനായി കപിലൻ എന്ന മഹർഷി അവതരിക്കുന്നു. ഇതൊരു പശ്ചാത്തലം ഞാൻ പറഞ്ഞതാണ്. ഇനിയാണ് കപിലോപദേശത്തിലേക്ക് പോകാൻ പറ്റുന്നത്. ആരാണ് കപിലൻ, എങ്ങനെയുണ്ടായി എന്ന് അറിയാൻ വേണ്ടി ഒരു ആമുഖം പറഞ്ഞതാണ്. അങ്ങനെ പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കർദമൻ നേരത്തെ പറഞ്ഞ വാക്ക് പാലിച്ച് ആശ്രമത്തിൽ നിന്നും യാത്രയായി വനാന്തരത്തിലേക്ക് വാനപ്രസ്ഥം സ്വീകരിക്കാൻ. വാനപ്രസ്ഥത്തിൻ്റെ കാലഘട്ടം അങ്ങനെ വേണമെന്നാണ്. മക്കൾ വിവാഹിതരായിട്ട് വന്നാൽ, അല്ലെങ്കിൽ അവർക്ക് മക്കളുണ്ടായി കണ്ടാൽ മാതാപിതാക്കൾ വാനപ്രസ്ഥരാവണം. നമുക്കിന്ന് പറ്റാത്തതാണ്. കാരണം മക്കൾ വിവാഹം കഴിഞ്ഞ് വന്നാൽ വീടിൻ്റെ ചുമതലയും ആർക്ക് കൊടുക്കണം? അവർക്ക് കൈമാറണം. 2 പേർക്ക് ഒരു വീട് ഭരിക്കാൻ പറ്റില്ല. അച്ഛനും മകനും കൂടെ പറ്റുമോ? ഒരാൾക്കേ പറ്റുള്ളൂ. മകൻ വിവാഹം കഴിഞ്ഞ് കുടുംബഭരണത്തിന് പ്രാപ്തനായി വരിക എന്നർത്ഥം. ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുടുംബത്തിൻ്റെ സമസ്ത ഭാരവും ചുമതലയും താക്കോലും ആരെ ഏൽപ്പിക്കണം? മകനെ ഏൽപ്പിക്കണം. എന്നിട്ട് പിതാവ് കുറേശ്ശെ എന്ത് ചെയ്യണം? വിടുതൽ നേടണം. ഇനി ഉപദേശിക്കാനും പറ്റില്ല. വിവാഹം കഴിഞ്ഞ് വന്ന മക്കളെ ഉപദേശിക്കാൻ പുറപ്പെടരുത്. അത് യോഗ്യമല്ല. ഉപദേശിക്കുന്ന കാലം മുമ്പ് ഇവിടെ പറഞ്ഞു, രാജവൽ 5 വർഷാണി 10 വർഷാണി ചദാഫ്യവൽ പ്രാപ്തേ 16 വർഷേതു പുത്രം മിത്രവദാചരേ. 16 കഴിഞ്ഞപ്പോൾ ഉപദേശിക്കാൻ പറ്റില്ല. കാരണം അതിനു മുമ്പ് ഇതൊക്കെ കൊടുത്തിരിക്കണം. ഇനിയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ ചിന്തയും ബുദ്ധിയും അനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അത് എന്ത് ചെയ്യണം? സമ്മതിച്ചേക്കണം, മിണ്ടരുത്. അങ്ങനല്ല നമ്മുടെ ആശയമാണ്. അവൻ്റെ ആശയം അനുസരിച്ച് വേണമെങ്കിൽ ജീവിക്കാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അതുപോലെ അമ്മ അടുക്കളയിൽ നിന്നും കുറേശ്ശെ പിന്തിരിയണം. ഇത് ഞാൻ തന്നെ എൻ്റെ വീടും അടുക്കളയും ഭരിക്കുമെന്ന് വാശി പിടിച്ചാൽ 2 പേർക്കും സ്വസ്ഥതയില്ല. ഇന്നത്തെ ഭാരതത്തിലെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം മുഴുവൻ മാതാപിതാക്കൾ വാനപ്രസ്ഥരാവാത്തതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഇതാരാ നമ്മുടെ തന്നത്? നമ്മുടെ മാതാപിതാക്കൾ. ഇനി ആർക്ക് കൊടുക്കണം? നമ്മുടെ മക്കളിലേക്ക് കൈമാറണം. അതിനെന്തിനാണ് വിഷമിക്കുന്നത്?
ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. കൊടുത്തിട്ട് എന്ത് ചെയ്യണം? സ്വതന്ത്രരാവണം. അവരും സ്വതന്ത്രരാകും, നമ്മളും സ്വതന്ത്രരാകും. അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല, നമുക്കുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കുറേശ്ശെ വീട്ടിൽ തന്നെ ഇരിക്കാം. വീട് വിട്ട് പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാം. പക്ഷേ എന്ത് ചെയ്യണം? ഒരു കാര്യത്തിലും ശ്രദ്ധിക്കരുത്, ഇടപെടരുത്. ഒന്നിലും എന്ത് ചെയ്യരുത്? ഉപദേശിക്കാൻ നിൽക്കരുത്. ഒക്കെ കണ്ട് ചിരിച്ച് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? രാവിലെ കുളിച്ച് പത്രവേദികളിലും സപ്താഹങ്ങളിലുമൊക്കെ നിരന്തരം പങ്കെടുക്കണം. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണമെന്ന് അവർക്ക് ആഗ്രഹമില്ല, അറിയണമെന്ന് നമുക്കും ആഗ്രഹം ഉണ്ടാകണ്ട. അവരുടെ ഇഷ്ടാനുസരണം അവർ തീരുമാനിച്ചേക്കട്ടെ. എന്തൊക്കെയാണ് അടുക്കളയിൽ വേണ്ടതെന്ന് അത് നിശ്ചയിക്കും, മരുമകൾ തീരുമാനിക്കും, ഉണ്ടാക്കും, അത് കഴിക്കുക, അത്രേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചല്ലേ ഉണ്ടാക്കി കഴിച്ചത്. ഇനി എന്ത് ചെയ്യണം? അവളുടെ ഇഷ്ടം അനുസരിച്ച് വേണം. ഇവിടെയൊക്കെ തടയിടാൻ പോകരുത്. ഇത് വാനപ്രസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവമാണ്. അതുകൊണ്ട് ഇവിടെയും കർദമൻ എന്ത് ചെയ്തു? വാനപ്രസ്ഥത്തിനുമായി. അത് കഴിഞ്ഞപ്പോൾ ഒറ്റ മകനേ ഉള്ളൂ. രക്ഷയ്ക്ക് ഏക മകൻ മാത്രമേ ഉള്ളൂ. 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ ഈശ്വര കാര്യത്തിൽ മാത്രമായ ശ്രദ്ധ, അവൻ്റെ കളിയൊക്കെ പൂജാപാത്രം വെച്ചും അങ്ങനെയുള്ള ഒരു പ്രത്യേക പൂജാ ലൈനിൽ കൂടി മാത്രമാണ് അവൻ്റെ കളി മുഴുവൻ. എപ്പോഴും വേദപാരായണവും ജപവും ധ്യാനവുമായി മാത്രം കർദമനെ പോലെ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഈ കുട്ടി. അമ്മ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് അത്ഭുതപ്പെടും. പക്ഷേ അമ്മയ്ക്ക് ആരുമില്ല എന്നൊരു വിചാരം. കർദമൻ പോയി കഴിഞ്ഞു, പെൺമക്കളൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു, ഇനി ഒരു മകനേ ഉള്ളൂ. എൻ്റെ ഇവനും കൂടെ പോയാൽ എനിക്ക് ആരുമില്ലല്ലോ, ഇവനെ മാത്രം ആശ്രയിച്ച് നിൽക്കണം. അതുകൊണ്ട് ഇവൻ അരമണിക്കൂർ കാണാതായാൽ അമ്മ ഓടിച്ചത് അന്വേഷിക്കും, എവിടെ എന്നിങ്ങനെ തപ്പി നടക്കും. അപ്പോഴെങ്ങും കാണാൻ കിട്ടാറില്ല. ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഇതൊക്കെ ആർക്കറിയാം? കപിലിനറിയാം. അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അമ്മയെ കൺവെട്ടിച്ച് കുറേ സമയമെങ്കിലുമൊക്കെ മാറി നിൽക്കും. അമ്മ അപ്പോഴത്തേക്കും പരിഭ്രാന്തിയായിട്ട് ഓടി നടക്കും മകനെ കാണാൻ വേണ്ടി. ഇങ്ങനെ നടന്ന് ഒരു ദിവസം ഒരു പകൽ മുഴുവൻ മകനെ കാണാതായി. എങ്ങും നോക്കിയിട്ട് കാണുന്നില്ല. അവൾ പതുക്കെ ആശ്രമം വിട്ട് കാട്ടിലേക്ക് നിന്നു. കാടിൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിമഗ്നനായിട്ടിരിക്കുന്ന ആരെ കണ്ടു? കപിലിനെ കണ്ടു. കണ്ണൊന്നടച്ചിട്ട് രണ്ടാമത് കണ്ണു നോക്കിയപ്പോൾ ഇത് കപിലനല്ല, സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാണ്. ജ്ഞാനോപദേശം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയാണ്. രണ്ടാമത് ഇവൾ സങ്കല്പിച്ചപ്പോൾ ഈ മകൻ്റെ ഭാവം മുഴുവൻ മാറിയിട്ട് അതാരായി? ദക്ഷിണാമൂർത്തി എന്ന സാക്ഷാൽ പരമേശ്വരൻ്റെ സ്വരൂപമായി. ഇത് കണ്ടതോടെ മകനെന്നുള്ള ഭാവമൊക്കെ വിട്ടു. അവൾ ഓടിച്ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആരുടെയാണ്? ദക്ഷിണാമൂർത്തിയുടെ. മകനാന്നുള്ള ചിന്ത പോയി. ഇവളുടെ മുമ്പിൽ ഇപ്പോൾ ആരായിരിക്കുന്നത്? ദക്ഷിണാമൂർത്തിയായ ഭഗവാനാണ്. നമസ്കരിച്ചു. ഇടയ്ക്ക് മകനാണെന്നൊരു ബോധം വരുന്നുണ്ട്, പക്ഷേ ദക്ഷിണാമൂർത്തി ഉള്ളിൽ ഉറച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് അവൾ ഒന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് ഒരു ചോദ്യം ആദ്യം ചോദിക്കുകയാണ്. നിർവിണ്ണാനിതരാം ഭൂമൻ അഫതിന്ദ്രിയതർപ്പണാത്. ഹേ ഭൂമൻ, സർവ്വവ്യാപിയായിരിക്കുന്ന ഭഗവൻ എന്നാണ് വിളിച്ചത്, അല്ലാതെ മകനെന്നല്ല. നിർവിണ്ണാനിതരാം ഭൂമൻ, ഞാൻ വളരെയധികം ഖേദിക്കുകയാണ്. എന്താണ് തൻ്റെ ദുഃഖത്തിന് കാരണം? അഫത് ഇന്ദ്രിയതർപ്പണാത്. അഫത്തായ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ച് ഞാൻ വലഞ്ഞു പോവുക. ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്? അഫത്തുകളാണ്. അത് ആവശ്യമില്ലാത്തത് പോയി ചെന്ന് തപ്പിയെടുത്ത് പലതും കണ്ട് അതിനെ സന്തോഷിപ്പിച്ചാണ് ജീവിതം കഴിയുന്നത് മുഴുവൻ. കണ്ണുകൊണ്ട് നേരം വെളിച്ചമായ കണ്ണു തുറന്നാൽ ഉറങ്ങുന്നതുവരെ എത്ര കാഴ്ചകളെ കാണുക അല്ലേ? സിനിമ കാണും, സീരിയൽ കാണും, പിന്നെ എന്താണ് അതിമനോഹരമായ കാഴ്ചകൾ കാണും. ആനയെ കാണും, കുതിരയെ കാണും, സിനിമ കാണും, വഴക്കുണ്ടാക്കുന്ന കാണും, അടിപിടി ഉണ്ടാക്കുന്ന കാണും, തല്ലിക്കൊല്ലുന്ന കാണും, ഇല്ലേ? എന്തൊക്കെയാണ് കാണുക? ഇതെല്ലാം കാണും. ഇങ്ങനെ 100,000 കാഴ്ചകൾ. ഏത് കാഴ്ച കണ്ടാലും കാണുന്ന അത്രയും സമയം ഉദ്വേഗത്തോടെ നോക്കിയിരുന്ന് കാണും, അത് കളയും. കാരണം എന്താണ്? അഫത്താണ്. ഇതൊന്നും സത്തല്ല. ഈ അഫത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തർപ്പണം അത് നേരത്തേക്കുള്ളൂ, അല്പനേരത്തേക്കുള്ളൂ. അത് കഴിയുമ്പോൾ അത് പോകും. ചെവി കൊണ്ടങ്ങനെയാണ്. അതിമനോഹരമായ പാട്ടുകൾ, ഗാനങ്ങൾ,
ഇതൊക്കെ എന്തു ചെയ്യും? ഇങ്ങനെ കേൾക്കുന്ന അത്രയും സമയം ഹാവു നല്ല രസം, ഇത്തിരി കഴിയുമ്പോഴോ അത് പോകും. എന്താകും? ദുഃഖമാകും. അപ്പം ഏത് സുഖവും അനുഭവിച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ദുഃഖമാകും. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ എന്നെഴുത്തച്ഛൻ പാടുന്നുണ്ട്. സുഖവും ദുഃഖമൊക്കെ അനുഭവകാലം കഴിഞ്ഞാൽ പിന്നെ തുല്യമാണ്. അപ്പം ഏത് സുഖം തന്നാലും മനുഷ്യൻ്റെ ഒരു വലിയ കഴിവ് അനുഭവിച്ച് കളഞ്ഞിട്ട് എന്താക്കും? ദുഃഖമാക്കി മാറ്റും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവത. എന്ത് കിട്ടിയാലും ഇപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ തന്നു, ഹാവു സുഖമായി വയറ് നിറച്ച് കഴിച്ചു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതെന്തായി? ദുഃഖമായി പരിണമിച്ചു. എന്തായി? അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വിശപ്പായി, ദുഃഖമായി. ഈ സുഖം എവിടെ പോയി? അത് പോയി. ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടാൽ അങ്ങനെയാണ്. അതൊരു സുഖമാണ്, ശരിയാണ്. അതേപോലെ ഭൗതിക സുഖങ്ങൾ ഏത് തന്നാലും അനുഭവിക്കുന്ന അത്രയും സമയം സുഖമാണ്. അനുഭവിച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ദുഃഖമായിട്ട് മാറും. അതിന് കഴിവ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഈ കഫേയിൽ ഇരിക്കുന്നവരൊക്കെ കുറേ സമയം ഞെളിഞ്ഞിരുന്നിട്ട് വലത്തുകാല് പൊക്കി മുമ്പിലത്തെ കഫേരയുടെ പുറകിലേക്ക് നീട്ടി വെക്കും. ഹാവു നല്ല സുഖം, ശരിയാണ്. അത് എത്ര സമയത്തേക്കേ ഉള്ളൂ? 10 മിനിറ്റ് കഴിയുമ്പോൾ ആ കാല് താഴെ വെച്ചിട്ട് അടുത്ത കാല് വെക്കും. അപ്പം മുമ്പിലത്തെ സുഖം എന്ത് ചെയ്യും? അത് പോയി. അടുത്ത കാല് പൊക്കി വെച്ചു ആ കഫേരല്ല, ഹാവു നല്ല സുഖം, ശരിയാണ്. ഈ സുഖം എത്ര നേരത്തേക്കേ ഉള്ളൂ? 10 മിനിറ്റ് കഴിയുമ്പോൾ ആ കാലം താത്തു ഇല്ലേ? ഉറങ്ങാൻ പോയി കിടന്നു, ഉറക്കം വരുന്നില്ല, നീർന്ന് കിടന്നു, സുഖം ആണെന്ന് വിചാരിച്ചു. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു. അപ്പോൾ മുമ്പലത്തെ സുഖം അത് പോയി. ഇങ്ങോട്ട് ചരിഞ്ഞു കിടന്നു. ഹാവു ഇത് സുഖമാണെന്ന് വിചാരിച്ചാണ് ആയിരുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഇടത്തേക്ക് ചരിഞ്ഞു കിടന്നു. അപ്പം മുമ്പലത്തെ സുഖം അത് പോയി. ഇതല്ലേ എന്നും അനുഭവിക്കുന്നേ? എത്ര സുഖം അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം എന്തായി മാറുകയാണ്? ദുഃഖമായിട്ട് മാറുകയാണ്. അഫത് ഇന്ദ്രിയ തർപ്പണാത്. ഈ അഫത്തായ ഇന്ദ്രിയങ്ങളെ തർപ്പിച്ച് സന്തോഷിപ്പിച്ച് ഞാൻ ദുഃഖാകുലയാവുന്നു. ഏതൊരമ്മയും പറയുന്ന ഒരു വാചകമാണ്, ഏതൊരമ്മയും ചോദിക്കേണ്ടതാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞുകൂടുകയാണ്. നാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെന്ത് വിഭവങ്ങളെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുക. പണ്ടൊക്കെ അറിയാവുന്ന അല്ലാതെ ഇപ്പം എന്താണ് യൂട്യൂബ് ചാനലിൽ കൂടി 100,000 കണക്കിന് വിഭവങ്ങളെ വരിക. ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കുകയാണ്, ഇത് കൊള്ളാമോ. എന്തിനാണിതൊക്കെ? എന്തിനാണ് ഈ ഭക്ഷണം? വിശപ്പകട്ടെ, അത്രയേ ഉള്ളൂ. എന്ത് കഴിച്ചാലും എന്തു ചെയ്യും? വിശപ്പ് മാറുകയും ചെയ്യും. സ്വാദ് നിശ്ചയിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. എനിക്കിത് സ്വാദാന്ന് ഞാൻ നിശ്ചയിച്ചാൽ സ്വാദ് തന്നെ. ഇത് പോരാ എന്ന് കണ്ടിട്ടാണ് അടുത്തയിലേക്ക് പിന്നെയും പോകുന്നത്. അത് പോരാന്ന് കണ്ട് അടുത്തയിലേക്ക് പിന്നെയും പോവാണ്. ഇതെവിടെയാണ് തീരുക? തീരില്ല. പിന്നെയും പോകും. ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ മാറി ഒരു ഹോട്ടലിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കാറെടുത്ത് എവിടെ പോകും? അവിടെ പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭക്ഷണം കഴിക്കാൻ. അത് കഴിച്ചാലും ഇത് കഴിച്ചാൽ അപ്പം എന്താണ്? അത് കഴിച്ചു കഴിഞ്ഞപ്പോഴോ ഹാവു കഴിഞ്ഞു, ആ രുചി തീർന്നു. പിറ്റേ ദിവസം അല്ലേ ഇതെന്തായി? ഈ സുഖം പോയി. അഫത് ഇന്ദ്രിയ തർപ്പണാത്. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളും അഫത്തുക്കളായി അതിനെ സന്തോഷിപ്പിച്ച് ഞാൻ എൻ്റെ ജീവിതം ദുഃഖാകുലമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ഏതമ്മയാണ് പറയുന്നത്? ഇതാണ് എന്താണ് ദേവഹൂതി ആദ്യം കർത്തമണി. ഇതിനെന്താണ് പരിഹാരം? അതുകൊണ്ടാണ് നിർവിണ്ണാനിതരാം ഭൂമൻ അഫദിന്ദ്രിയ തർപ്പണാൻ ഏന സംഭവ്യമാനേന പ്രപന്നന്ധം തമപ്രഭോ. ഇതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ അന്ധകാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്കതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. എന്താണ്? അധമേ ദേവസമ്മോഹം അവാകൃഷ്ടും ത്വമർഹസി. അതുകൊണ്ട് എൻ്റെ ഈ സമൂഹത്തെ ആദ്യം ഒന്ന് തുളച്ചു മാറ്റിക്കളയണം. അതുകൊണ്ട് എന്താണ് ഇതിന് കാരണം? യോ അവഗ്രഹോ അഹം മമേതി ഏതസ്മിൻ യോജിതസ്ത്വയാം. ഞാൻ എൻ്റേതെന്നും ഞാനെന്നുമുള്ള 2 വിചാരം കൊണ്ട് ഞാൻ അതിലകപ്പെട്ടു പോയിരിക്കുകയാണ്. അഹം മമ എന്ന് ഏതസ്മിൻ യോജിതസ്ത്വയ, ഇതിൽ യോജിപ്പിക്കപ്പെട്ട് മായ കൊണ്ടാണ് ഈ ശരീരബന്ധത്തിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ഒരു ദുഃഖം എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. മനുഷ്യജീവിതത്തിലെ ദുഃഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് രണ്ടുമാണ്. ഏത്? ഞാനെന്നും
എൻ്റെയെന്നും. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാനെന്ന് ഭാവന ചെയ്യാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ ആരംഭിക്കുന്നതാണ് ഞാൻ ഉണർന്നു, ഞാൻ മുഖം കഴുകി, ഞാൻ പല്ല് തേച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ ഒരുങ്ങി, ഞാൻ കാറിൽ കയറി, ഞാൻ ഓഫീസിൽ പോയി, ഞാൻ ബസ്സിൽ, എല്ലാം ഞാൻ ചേർത്തേ പറയും. ഉറങ്ങുന്നിടം വരെ എന്തു ചെയ്യും? ഞാൻ കൂടെയുണ്ട് അല്ലേ? ഈ ഞാനില്ലാതെ ഇത് പറഞ്ഞാലോ? ഉണർന്നു, മുഖം കഴുകി, പല്ല് തേച്ചു, കാപ്പ് കുടിച്ചു, ജോലിക്ക് പോയി, ചിരിച്ചു, കരഞ്ഞു. ഈ ഞാനില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആര് വേണം? ഈ ഞാൻ കൂടെ വേണം. ഈ ഞാനെ മാറ്റാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ എന്ന് ചേർത്ത് അഭിമാനിക്കലാണ് ചെയ്യുന്നതെന്നർത്ഥം. അപ്പം ഈ ഞാനെന്നുള്ളത് മാറ്റിയാൽ ഒരപകടവും വരില്ല, ഉറപ്പാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ വേണമെന്ന് എനിക്ക് എന്തുണ്ട്? നിർബന്ധമുണ്ട്. ഞാൻ വാശി പിടിച്ചിരിക്കുകയാണ്. ഞാനില്ലാതെ എനിക്കൊന്നും പറ്റില്ല. ഇനിയും മമ, അടുത്ത ദുഃഖം എന്താണ്? എൻ്റെ. ഇതെല്ലാം എൻ്റേതാണ് എന്ന് ധരിച്ച് വശായിരിക്കുകയാണ്. ഇതാരുടെയാണ്? ഇത് മുഴുവൻ, ഈ കിട്ടിയിരിക്കുന്ന ഭൗതിക സമ്പത്ത് മുഴുവനും ഞാൻ ഉണ്ടാക്കിയത് അല്ല, എന്നാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. മറ്റാരുടെയോ പ്രേരണ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം, അല്ല എൻ്റെ അല്ല ഇതൊന്നും. ഈശാവാസ്യം ഇദം സർവം എന്ന് ഉപനിഷത്ത് നമ്മോട് പറഞ്ഞു. ഇത് മുഴുവൻ ഈശ്വരൻ്റെ സ്വത്താണ്, ഈ പ്രപഞ്ചം മുഴുവനും. നിങ്ങൾ അനുഭവിക്കുന്ന സമസ്ത വിഭവങ്ങളും ആരുടെയാണ്? ഈശ്വരൻ തന്നതാണ്. ഇത് നിങ്ങളുടേതല്ല. പക്ഷേ ഇതെന്ത് ചെയ്യും? ഞാൻ എൻ്റേതല്ലാത്തത് എൻ്റേതാക്കി വെച്ചിട്ട് ദുഃഖം അനുഭവിക്കാം. അവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ദുഃഖം. ഇത് എൻ്റേതല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ എന്തില്ല? ഒരു ദുഃഖമില്ല. ഇദം നമമ. വൈദിക കാലം മുതൽ ഋഷിമാർ യജ്ഞത്തിൽ ഓരോ ഹവിഫ് ഹോമിച്ച് കഴിയുമ്പോഴും ഒരു ഉദ്ദേശ്യത്യാഗമുണ്ട്. ഇദം നമമ. ഇത് എൻ്റേതല്ല, ഇത് ഞാൻ എന്തു ചെയ്യാണ്? വിട്ടുകൊടുക്കുകയാണ്. എൻ്റേതല്ലാത്തത് എൻ്റേതാക്കി വെക്കുന്നിടത്തോളം നമുക്കെന്താണ്? ദുഃഖമാണ്. എൻ്റെ വസ്ത്രം, എൻ്റെ പാത്രം, എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ കട്ടിൽ, എൻ്റെ മേശ, എൻ്റെ കസേര, എൻ്റെ പുതപ്പ്, ഇല്ലേ? ഇതൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ? ഇല്ല. എൻ്റെ പുതപ്പ് ആരെങ്കിലും എടുത്താൽ പിന്നെ അന്ന് മുഴുവൻ കലഹമാണ്. ഇതെൻ്റെ പുതപ്പാണ്, ഇതെൻ്റെ പുതപ്പാണ്, ഞാനിത് തരില്ല. ഇതെങ്ങനെയാണ് എൻ്റെ പുതപ്പായത്? ഞാൻ ആ കടയിൽ ചെന്ന് 150 രൂപ കൊടുത്ത് മേടിച്ചതല്ലേ? മേടിച്ചപ്പോൾ ആരുടെയായി? എൻ്റേതായി. അതുവരെ ആരുടെ അല്ല? എൻ്റെ അല്ലല്ലോ, കടക്കാരൻ്റെ ഇരിക്കുന്നതാണ്. അപ്പോൾ എൻ്റേതല്ലാത്തതിന് ഞാൻ എന്താക്കി? 150 രൂപയ്ക്ക് എൻ്റേതാക്കി മാറ്റിയിട്ട് അഭിമാനിച്ചു. എൻ്റെ പുതപ്പ് ഞാൻ ആർക്കും തരില്ല. ഇല്ലേ? വാശി പിടിക്കില്ലേ? 50 രൂപയ്ക്കൊരു പാത്രം മേടിച്ചു, അത് വീട്ടിൽ വെച്ച് പാചകം ചെയ്ത് അതിനകത്ത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ ഇത്തിരി ഭക്ഷണം ബാക്കിയുള്ളത് കൊണ്ടുകൊള്ളു എന്ന് പാത്രത്തിൽ കൊടുത്തിച്ചു. ഈ പാത്രം തിരിച്ച് കിട്ടുന്നവരെ അമ്മയ്ക്ക് സമാധാനമില്ല. അയ്യോ, എൻ്റെ പാത്രം, എൻ്റെ പാത്രം, എൻ്റെ പാത്രം. ഇത് ആരുടെ പാത്രം? 50 രൂപയ്ക്ക് ആ കടയിൽ നിന്ന് മേടിച്ചല്ലേ, നിങ്ങളുടെ അല്ലല്ലോ. ഇതില്ല. ഇതാണ് മമ 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 എന്ന് ഓരോന്നിൻ്റെയും കൂടെ എൻ്റേതല്ലാത്തതിനൊക്കെ എൻ്റേതാക്കി മാറ്റി ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യജീവിതം മുഴുവൻ. നോക്കൂ, അഭിലോപദേശം എത്ര ഭംഗിയായിട്ട് മനുഷ്യജീവിതത്തെ ആവിഷ്കരിക്കുകയാണ്. ഇന്നത്തെ മനുഷ്യജീവിതത്തെ, ആധുനികരായ നമ്മൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ മുഴുവനും വരച്ചു കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ അഹം മമ എന്നുള്ള 2 ചിന്തകളാണ് ദുഃഖത്തിൻ്റെ കാരണമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് മാതാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഇതി സ്വമാതുർ നിരവധ്യമീപ്സിതം നിശമ്യ പുംസാമപവർഗവർദ്ധനം ധിയാഭിനന്ദ്യ ആത്മവതം സതം ഗതി ബഭാഷ ഈശസ്മിതശോഭിതാനനൈ. അമ്മയുടെ വാക്ക് കേട്ടിട്ട് നന്നായി അമ്മേ, ഇങ്ങനത്തെ ചോദ്യം വേണം ചോദിക്കാൻ. ഒരമ്മയും ഇങ്ങനെ ഒരു ചോദ്യം ആരോടും ചോദിച്ചിട്ടില്ല. മകനോടെന്നല്ല, ആരോടും എന്തുകൊണ്ടാണ് എനിക്ക് സംതൃപ്തി ഉണ്ടാവാത്തത് എന്ന് ആരെങ്കിലും ചോദിക്കോ? എനിക്ക് തൃപ്തിയില്ല, പോരാ 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 പോരാ, ഇതെൻ്റേത്, ഇതെൻ്റേത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടാകുന്നു? ഇതാണ് അമ്മ. അതിനെ എന്ത് ചെയ്തു? ഈ നിശമ്യ പുംസാം അപവർഗവർദ്ധനം ധിയാഭിനന്ദ്യ, ബുദ്ധി കൊണ്ട് അഭിനന്ദിച്ചു. അമ്മ മിടുക്കിയാണ്, നല്ല ചോദ്യം ചോദിക്കാൻ അമ്മ പഠിച്ചിട്ടുണ്ട് എന്ന് അഭിനന്ദിച്ചിട്ട്
ബഭാഷെ പറഞ്ഞു. ഈഷസ്മിത അല്പം പുഞ്ചിരിച്ചുകൊണ്ട് കപിലൻ ഉപദേശം ആരംഭിച്ചു. ഇനിയുമാണ് കപിലോപദേശം തുടങ്ങുക. എനിക്ക് അനുവദിച്ച സമയം 10 മിനിറ്റുള്ളേ ഉള്ളൂ. ഇപ്പോൾ കപിലോപദേശം പറയാനാണ് നിർദ്ദേശിച്ചതെങ്കിലും ആ കപിലോപദേശത്തിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ചോദിച്ചു വെച്ചേ ഉള്ളൂ. ഉപദേശമാണ് ഇനി ആരംഭിക്കുന്നത്. അതാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് ചുരുക്കി ഞാൻ 1-2 കാര്യം മാത്രം പറഞ്ഞ് ഉപസംഹരിക്കാം. അത്രമാത്രമേ നമുക്കിന്ന് സമയം കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഒരു ആമുഖം പറയാതിരുന്നാൽ ഈ ഉപദേശത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആമുഖം ആദ്യം ഇത്തിരി നീണ്ടുപോയത് എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യജീവിതം 2 തരത്തിലാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ഒന്ന് ആധ്യാത്മികം, ഒന്ന് ലൗകികം. 2 തരത്തിൽ നമുക്ക് രണ്ടുമുണ്ട്. ലൗകിക ജീവിതമുണ്ട്, ആധ്യാത്മിക ജീവിതമുണ്ട്. ഇവിടെ വന്നു, മള്ളിയൂർ വന്നു, അമ്പലത്തിൽ തൊഴുതു, കുറച്ച് നേരം പ്രഭാഷണം കേട്ടു, തിരിച്ച് വീട്ടിൽ പോയി ഇനിയും വീട്ടിലെ കാര്യങ്ങളാണ് അല്ലേ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി റെഡിയാക്കി നാളെ രാവിലെ അതും കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ലൗകികമാണ്. അതും വേണം. എന്തു വേണം? ആധ്യാത്മിക. 2 തരത്തിൽ മനുഷ്യർക്ക് ജീവിതമുണ്ട്. ലൗകിക ജീവിതമുണ്ട്, ആധ്യാത്മിക ജീവിതമുണ്ട്. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേഫായമേ. എൻ്റെ അഭിപ്രായം, ഈ ആധ്യാത്മിക ജീവിതം മാത്രമേ മോക്ഷത്തിന് ഉപകരിക്കാൻ പറ്റുള്ളൂ. ലൗകിക ജീവിതം ബന്ധനത്തിന് ഉപകരിക്കാം. ബന്ധനത്തിനർത്ഥം കെട്ട്. ലൗകിക ജീവിതം നമ്മളെ എന്തു ചെയ്യുകയാണ്? കെട്ടുകയാണ്. ഓരോന്നും നമുക്ക് ഓരോ കെട്ടുകളാണ്. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം എന്ന് എഴുത്തച്ഛൻ നന്നായിട്ട് പാടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തും നമുക്ക് എന്താകും? കെട്ടാകും, ബന്ധനമായിട്ട് മാറും. എന്താണ്? ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രസവിച്ചുണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്താകും? കുറേ കഴിയുമ്പോൾ ഒരു കെട്ടാണ്, ബന്ധനമാണ് മാതാപിതാക്കൾ. വിവാഹം കഴിച്ചു കഴിഞ്ഞാലോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു ബന്ധനമാണ്. ഇനിയും അത് കഴിഞ്ഞ് മക്കളുണ്ടായാലോ അതും എന്താണ്? ബന്ധനമാണ്. ആരെ പരിചയപ്പെട്ടാലും അവർ കുറച്ച് കഴിയുമ്പോൾ എന്താകും? ഒരു ബന്ധനമാകും. ഒരു ദിവസം ഒരു 10 പേരെ പരിചയപ്പെട്ടു. അവരെയൊക്കെ വീട് നാളെ ഒക്കെ ചോദിച്ചു, സൗഹൃദമായി, നല്ല ആൾക്കാർ, കൊള്ളാം, നന്നായി. പക്ഷേ അവരെന്ത് ചെയ്തു? ഒരു കെട്ടായിട്ട് മാറി. അപ്പം ബന്ധനങ്ങൾ കൂടുകയാണ്. ഋഷി പറയുന്നത് ബന്ധനങ്ങളരുത്, ബന്ധുവാകാം. ബന്ധുവാകാം, എന്താ വരുത്? ബന്ധനമാക്കരുത്. ഒരു ബന്ധുക്കളെയും ആരാക്കി മാറ്റരുത്? ബന്ധനമാക്കി മാറ്റരുത്. നമ്മളെല്ലാ ബന്ധുക്കളെയും എന്താക്കി മാറ്റും? ബന്ധനമാക്കി മാറ്റും. കെട്ട് 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 കടുങ്കെട്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ പറ്റുമോ? ഓ പോട്ടെന്ന് വിചാരിക്കും, വേണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണ് സംസാര ജീവിതത്തിൽ ബന്ധനത്തിൽ അകപ്പെട്ട് വിഷമിച്ചുകൊണ്ടേ മനുഷ്യൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യണം? അത്യന്തോപരതിരിയത്ര ദുഃഖഫ്യ സുഖഫ്യച. ദുഃഖത്തിനും സുഖത്തിനും ആത്യന്തികമായ ഉപരതിയാണ് ഉണ്ടാകേണ്ടത്, ദുഃഖത്തിന് മാത്രമല്ല. ദുഃഖവും സുഖവും ഒക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. വാസ്തവത്തിൽ സത്യമാണോ? അല്ല. ഞാനാണ് നിശ്ചയിക്കുന്നത് എന്ത് സുഖം എന്ത് ദുഃഖം എന്ന്. എനിക്കിതാണ് സുഖം എന്ന് ആരാ നിശ്ചയിക്കുന്നത്? ഞാൻ. ഇന്ന് എനിക്ക് 3 നേരവും പൊടിയരിക്കഞ്ഞ് മാത്രം കുടിച്ചാൽ മതി, ഹാവു എനിക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിച്ചാൽ സുഖം. അല്ല, 3 നേരം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ 5-6 കൂട്ടം കൂട്ടി 10-20 കൂട്ടാനൊക്കെ കൂട്ടി കഴിച്ചു, ഹാവു എനിക്കൊരു സുഖമില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ സുഖമില്ല. ഇതാരാ വിചാരിക്കുക? ഞാനല്ലേ. അപ്പോൾ ഈ സുഖദുഃഖങ്ങൾ ഞാൻ എന്തു ചെയ്യാണ്? സങ്കല്പിച്ചുണ്ടാക്കി വെക്കുന്നതാണ്. എനിക്ക് എന്തിനേയും സുഖമായി അനുഭവിക്കാം, എന്തിനേയും ദുഃഖമായും അനുഭവിക്കാം. അതുകൊണ്ടാണ് അനുഭവം മാത്രമേ ഉള്ളൂ സത്യം. ഏത് അനുഭവത്തെയും സുഖമാക്കി മാറ്റാം, ഏത് അനുഭവത്തെയും ദുഃഖമാക്കി മാറ്റാം. ആർക്ക് പറ്റും? മനുഷ്യർക്ക് പറ്റും. അപ്പോൾ സുഖവും ദുഃഖവും സത്യമാണോ? അല്ല, അനുഭവമേ ഉള്ളൂ സത്യം. അപ്പോൾ നമ്മളിപ്പോൾ വാസ്തവത്തിൽ എന്തിനെ എന്താക്കി മാറ്റുകയാണ്? സുഖദുഃഖങ്ങളെയൊക്കെ എനിക്ക് സുഖം വരുന്നു, ദുഃഖം വരുന്നു, സുഖം ഇതില്ലാതിരിക്കില്ലല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും കാണും. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇത് രണ്ടും ഇല്ലാതിരിക്കുമോ? ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രണ്ടിൻ്റെയും അത്യന്തമായ ഉപരതി എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെയാണ് ജീവിതം ആധ്യാത്മികമാകുന്നത്. അതുവരെ ജീവിതം എന്താണ്? ലൗകികമാണ്. ഇപ്പം നമ്മൾ ഏത് ജീവിതം നയിക്കുക? ലൗകികം. കാരണം എന്താണ്? സുഖവും ദുഃഖവും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സുഖവും ദുഃഖവും അനുഭവമല്ല, അതൊക്കെ വിട്ടുകളയുകയാണ്. അതൊക്കെ വന്നു പൊക്കോളും. പക്ഷെ നമുക്കൊരു സ്വഭാവമുണ്ട്, സുഖമുണ്ടാക്കുന്നത് ഞാനാണെന്ന്.
50 ലക്ഷം രൂപ മുടക്കി ഒരു വലിയ വീടുണ്ടാക്കി വെച്ചിട്ട് ആ വീടിൻ്റെ അകത്ത് നടുക്കൊരു ചാരുന്ന കഫേയിൽ കിടന്നുകൊണ്ട് പറയും, ഞാൻ ലോണെടുത്ത് കടം മേടിച്ച് ചിട്ടി പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത വീടാണ് ഇത് എന്ന് പറയും. ഇതിലാർക്കൊരു പങ്കുമില്ല, ആർക്കൊരു പങ്കുമില്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഈ പിറ്റേ ദിവസം ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ഈ വീട് ഒലിച്ച് പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണ്. അങ്ങനെ പോയാൽ എന്തു പറയും, എൻ്റെ ഈശ്വര നീ ഇതെനിക്ക് വരുത്തിയല്ലോ എന്ന്. ഇത് പുഴയിൽ ഒഴുക്കിക്കളഞ്ഞ ആരാണ്? ഈശ്വരൻ. ഇനി ഇതുണ്ടാക്കി തന്നോ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ്. നോക്കൂ, ഇവിടെയാണ് അഹം മമ എന്നുള്ള ബന്ധത്തെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ വാസ്തവത്തിൽ. ഇതെന്തല്ല, സത്യമല്ല വാസ്തവം. അനുഭവം മാത്രമേ ഉള്ളൂ. സത്യം സുഖദുഃഖങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആരും സുഖത്തിന് പുറകെയും പോകണ്ട, ദുഃഖത്തിന് പുറകെയും പോകണ്ട. ഇത് രണ്ടും സാങ്കല്പികമാണ്. എനിക്ക് ഏത് ദുഃഖത്തെയും സുഖമായി എന്ത് ചെയ്യാം? സങ്കല്പിക്കാം. എനിക്കിന്ന് ഇതൊക്കെ മതി, എനിക്ക് സുഖമാണ് ഞാൻ വിചാരിച്ചാൽ സുഖം. എന്തൊക്കെ തന്നാലും എനിക്ക് ആയില്ല, സുഖമായില്ല എന്ന് വിചാരിച്ചാൽ ദുഃഖം. അതാരുണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ചേതഖല്ലുഷ്യ ദുഃഖായ മുക്തയേ ചാത്മനോ മതം. മനസ്സാണിതിന് കാരണം. ചേതഖല്ലുഷ്യ ദുഃഖസ്യ. ചേതസാണ് ഈ ദുഃഖത്തിന്, മനസ്സാണ് സുഖദുഃഖങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കുന്നത്. ഒരേ മനസ്സുകൊണ്ട് സുഖവും ഉണ്ടാക്കും, അതേ മനസ്സുകൊണ്ട് എന്താക്കും? ദുഃഖവും ഉണ്ടാക്കും. ഗുണേഷു ഭക്തം ബന്ധായ രതം വാ പുംസി മുക്തയെ. ഗുണങ്ങളിലേക്കാണ് മനസ്സ് ആസക്തമാകുന്നത് എങ്കിൽ അത് ബന്ധായ. ത്രിഗുണങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നതെങ്കിൽ ബന്ധനത്തിനാണ്. രതം വാ പുംസി, പരമേശ്വരനോടുള്ള രതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് മുക്തയെ, മുക്തിക്കാണ്. നമുക്കതിനെ കണ്ടുപിടിക്കാം. എൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? ബന്ധനത്തിലേക്കാണ് പോകുന്നത്. ഗുണങ്ങളിൽ, ത്രിഗുണങ്ങളിൽ ആസക്തമാണ് എൻ്റെ മനസ്സ്. സത്വം രജസ് തമസ്. ഏതെങ്കിലും ഒന്നാരുടെ കാണും? നമ്മളെ കാണും. ഈ മൂന്നും ഇല്ലാതിരിക്കുമോ? ഇല്ല. ഇപ്പം നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പം, ഈ അമ്പലത്തിലോ ഇതിനകത്തോ ഇരിക്കുമ്പം 10 ഗുണശാലികളാണ്. കാരണം എന്താണ്? മനസ്സിൽ മറ്റൊന്നും വന്നിട്ടില്ല. ഇവിടെ പറയുന്ന കഥ ഈശ്വരൻ സദ്ഗുണങ്ങൾ മാത്രം, നല്ല 10 ഗുണമുള്ളവരാണ്. ഇതിൻ്റെ പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ ചില പോരായ്മകൾ, ചില കുറവുകൾ, ഇവിടുത്തെ ഭക്ഷണത്തിന് ഇന്ന് ഉപ്പ് കുറവായിരുന്നു, മധുരം കുറവായിരുന്നു, പായസം ഇന്ന് കിട്ടിയില്ല, ഇങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ എന്തു ചെയ്യും? അത് പറയും. അത് രജോ ഗുണം കൊണ്ടാണ്. ഇതും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ യഥാർത്ഥ സ്വഭാവം കാണാം. അതാണ് ഏത്? തമോ ഗുണം അല്ലേ? ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പറച്ചിലൊന്നുമല്ല, അത് വേറെ തരത്തിലാണ്. അതെന്തുകൊണ്ടാണ്? തമോ. ഈ 3 ഗുണവും ആരുണ്ട്? നമ്മിലുണ്ട്. സത്വമുണ്ട്, രജസുണ്ട്, തമസുണ്ട്. ഇത് 3ഉം കയ്യിലിരിക്കെ രജസിനെയും തമസിനെയും ഇല്ലാതാക്കിയിട്ട് ഈ 1 മണിക്കൂർ കൊണ്ട് കിട്ടിയ സത്വത്തെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നാൽ മറ്റുണ്ട് നശിക്കും. വളർത്താൻ സമ്മതിക്കത്തില്ല, തളർത്തും, ഇവിടെ കളയും. അല്ലേ? നമുക്ക് ഭക്തി ഉണ്ടാകും, പക്ഷേ ആ ഭക്തി നമ്മൾ എന്ത് ചെയ്തില്ല? വളർത്തിക്കൊണ്ടിരില്ല, അതിനെ തളർത്തിക്കളയും. ഭക്തേഹ ഉൽപ്പത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ നൂനം എന്ന് മേൽപ്പത്തൊരു പാടും. ഭക്തേഹേ ഉൽപ്പത്തി വൃദ്ധി. ഭക്തിക്ക് ഉൽപ്പത്തിയും വേണം, വൃദ്ധിയും വേണം. ഉൽപ്പത്തി ഉണ്ടാകും. വെള്ളിയാഴ്ചകളിൽ അമ്പലത്തിൽ പോകും, ഇത്തിരി ഭക്തി ഉണ്ടാകും. ഞായറാഴ്ച അമ്പലത്തിൽ പോകും, ഇത്തിരി ഭക്തി ഉണ്ടാകും. ഇനി അടുത്ത വെള്ളിയാഴ്ച ഉള്ളൂ. അതിനിടെ എന്തില്ല? ഭക്തിയില്ല. ഉൽപ്പത്തിയുണ്ട്, എന്തില്ല? വൃദ്ധിയില്ല. ഉണ്ടായ ഭക്തിയെ എന്ത് ചെയ്യുന്നില്ല? അഭിവൃദ്ധിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നേയില്ല. അതവിടെ കളയുകയാണ്. പിന്നെ എങ്ങനെ ഭക്തി വളരും? വളരുന്നത് എന്താണ്? മറ്റു ഗുണങ്ങളാണ്. അല്ലേ? രജസിനെയും തമസിനെയും വളർത്തിക്കൊണ്ടിരും. സത്വഗുണം വല്ലപ്പോഴും ഒരിക്കൽ, ആഴ്ചയിലൊരിക്കൽ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, അത് കഴിയുമ്പോൾ അതവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഈ 3 ഗുണത്തിലേക്ക് ഭക്തരായി തീർന്നാൽ അത് ബന്ധനമാണ്. സത്വവും വേണ്ട, അതും കളയണം. ഗുണാതീതൻ ആകണം. 3 ഗുണങ്ങൾക്കും അപ്പുറത്ത് പോകണം. അങ്ങനെ ഗുണാതീതനായി തീരുന്ന അവസ്ഥയാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അപ്പോഴേ മുക്തി കിട്ടുകയുള്ളൂ. അതുവരെ നമ്മളൊക്കെ കെട്ടുപാടിൽ അകപ്പെട്ട് കിടക്കുന്നവരാണ്. ഈ കെട്ടുപാടിൽ നിന്ന് എങ്ങനെയൊന്ന് പോരും? ഏറ്റവും വലിയ കെട്ടെന്താണ്? വീട്.
അയ്യോ വീട്ടിൽ നിന്ന് പോരാൻ പറ്റില്ലെന്നോ, എന്തോ അവിടെ കുഴപ്പം? ഒന്നുമില്ല. നിങ്ങൾ 4 മണിക്കൂർ ആ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ആ വീട്ടിലൊന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങളുടെ വിചാരം എന്താണ്? എൻ്റെ ഏറ്റവും വലിയ വിഷയം എൻ്റെ വീടാണ്, അതിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന അറിയത്തില്ല, എത്രയും വേഗം എനിക്ക് എന്ത് ചെയ്യണം? വീട്ടിലെത്തണം. ഈ വീടാണ് എനിക്ക് ബന്ധനത്തിന് കാരണം. അപ്പം നിങ്ങളുടെ ആഗ്രഹം എങ്ങോട്ട് പോകാനാണ്? ബന്ധനത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, മുക്തിയിലേക്ക് പോകാനാണോ? അല്ല. അതുകൊണ്ട് ഒരു മനസ്സുകൊണ്ട് തന്നെയാണ് ബന്ധനവും മുക്തിയും ഉണ്ടാകുന്നത്. വേറൊരു മനസ്സിന് കിട്ടില്ല. കെട്ടുന്ന കയറുകൊണ്ടേ കെട്ടഴിക്കാൻ പറ്റുള്ളൂ. കെട്ടുന്ന കയറുകൊണ്ടല്ലേ ആ കെട്ടഴിക്കാൻ പറ്റൂ. അതവിടെ കെട്ടിയിട്ട് വേറെ കയറുകൊണ്ട് നീ കെട്ടഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താണ്? രണ്ടും ഒന്നുകൊണ്ട് തന്നെയാണ്. ചീത്ത വിളിക്കുന്ന അതേ നാവ് കൊണ്ടല്ലേ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നത്? വേറെ നാക്ക് മാറ്റി വെക്കുമോ? ഇല്ല. ഒരേ നാവ് കൊണ്ടാണ് രണ്ടും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാമോ? അങ്ങനെയപ്പോൾ ഞാൻ ചെയ്യുന്നത്. വേണേ എന്ത് ചെയ്തേക്കും? ഒന്ന് കുലുക്ക് ഒഴിഞ്ഞ് തുപ്പിക്കളഞ്ഞേക്കും. ഹാവു ഇതിൻ്റെയൊക്കെ പൊക്കോട്ടെ. എന്നിട്ട് എന്തു ചെയ്യും? നാമം ജപിക്കും. ചേതക്കല്ലുഫ്യ ദുഃഖായ. ഒന്ന് തന്നെയാണ് ദുഃഖത്തിനും ഒന്ന് തന്നെയാണ് സുഖത്തിനും കാരണമായി തീരുന്നത്. എങ്കിൽ ഇത് രണ്ടും കളയണം. മേൽപ്പത്തൂർ പറയും, മദരിഹ ഗുണഭക്ത ബന്ധകൃത്തേഷ്വഭക്താം ത്വമതഗത ഉപരന്ധേ ഭക്തിയോ ഗസ്തു ഭക്തിം. അതുകൊണ്ട് അഹം മമ എന്നുള്ള അഭിമാനം കൊണ്ട് ഉണ്ടാകുന്ന കാമലോഭാദികളെ ആകുന്ന മലങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് എപ്പോഴാണോ മനസ്സ് ശുദ്ധമാകുന്നത് അപ്പോൾ അദുഃഖം അസുഖം സമം. അദുഃഖവും അസുഖവും തുല്യമാകും. ഈ അവസ്ഥയാണ് മോക്ഷാവസ്ഥ. അവിടേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ അമ്മയ്ക്കൊരു ഉപദേശം കൊടുത്തു. എന്നിട്ട് തുടർന്ന് ആ ഉപദേശങ്ങളെ ഇനിയും വിസ്തരിച്ച് പറഞ്ഞിട്ട് സാഖ്യയോഗം എന്നൊരു വിഷയത്തിലേക്ക് കുറെ കഴിഞ്ഞേ വരുള്ളൂ. പക്ഷേ ഭാഗവതത്തിലെ സാഖ്യം കപിലമുനിയുടെ ദാർശനികമായ സാഖ്യദർശനം മാത്രമല്ല, ആ സാഖ്യത്തിൽ ഭക്തി കലർത്തിയാണ് വ്യാസൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സാഖ്യദർശനമുണ്ട്. സാഖ്യദർശനത്തിൽ അദ്ദേഹം എന്തു ചെയ്യും? ഭക്തി കൂടി ചേർത്തിട്ടാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിലെ സാഖ്യം കപിലൻ്റെ ദാർശനികമായി സാഖ്യവുമായി കുറച്ച് വ്യത്യസ്തതയുണ്ട്. കാരണം ഭാഗവതം ഭക്തിയുടെ ശാസ്ത്രമാണ്. അതിൽ ഭക്തി കലർത്തിയേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സാഖ്യത്തിൽ ഭക്തിയും കൂടി ചേർത്തിട്ടാണ് ഭാഗവതത്തിൽ നമ്മൾ ഈ പ്രകൃതി പുരുഷ ബന്ധത്തെക്കുറിച്ച് അറിയാൻ പോകുന്നത്. എന്താ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ് കപിലൻ്റെ ഏറ്റവും വലിയ ദാർശനികമായ. ഈശ്വരൻ്റെ സത്ത എവിടെയുണ്ട്? ഈശ്വരൻ്റെ ചൈതന്യം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കപ്പെടുന്നത്. ആ ശക്തി എപ്പോൾ പിൻവലിക്കുന്നു അപ്പോൾ ഈ പ്രപഞ്ചം എന്താകും? ശുദ്ധശൂന്യമാകും. നിങ്ങൾ സിനിമ കാണാറില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ആ വെള്ള സ്ക്രീനിൻ്റെ അകത്ത് എത്ര ജീവിതം ഉണ്ടാകും? എത്ര മാതാപിതാക്കൾ, എത്ര കുട്ടികൾ, എത്ര പ്രസവങ്ങൾ, അവരുടെ വിവാഹം, ചിലരുടെ മരണം, കത്തിക്കുത്ത്, അടിപിടി, ട്രെയിന്, ബസ്, പിന്നെന്താ പ്ലെയിന്, വഴികൾ, യാത്രക്കാർ എല്ലാം എൻ്റെ അകത്ത് കാണും. ഇതുമില്ല എൻ്റെ അകത്തുണ്ടോ? ഇല്ല. ആ സ്ക്രീനിൻ്റെ അറ്റം ഒന്ന് മാറ്റി നോക്കി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇത് പിന്നെ എവിടെ നിന്നാണ്? മുകളിൽ നിന്നും ഒരു പ്രൊജക്ടർ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ശുദ്ധമായ വെള്ള സ്ക്രീനിലേക്ക് എന്ത് ചെയ്യാണ്? പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഈ പ്രൊജക്ടർ എപ്പോഴാണോ തൻ്റെ പ്രൊജക്ഷൻ പിൻവലിക്കുന്നത് അപ്പം ഈ തിരശീല ശുദ്ധശൂന്യം. ഇതേപോലെ പ്രപഞ്ചമാകുന്ന തിരശീലയിൽ ഈശ്വരൻ കാണിച്ചു തരുന്ന വസ്തുക്കളാണ് ഇതിൻ്റെ അകത്ത് കറങ്ങി നടന്ന് കളിക്കുന്ന മുഴുവൻ. ഒരു ജീവിതം മുഴുവൻ എൻ്റെ അത് കാണിക്കും സിനിമയിൽ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് അസത്യമാണ് എന്നറിയാം. പക്ഷേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും. 2 മണിക്കൂർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം ഈ സിനിമ സത്യമാണെന്നേ വിചാരിക്കത്തുള്ളൂ. ഇത് വെറുതെ ആണെന്ന് വിചാരിക്കത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ അകത്ത് കരയുന്ന സങ്കടകരമായൊരവസ്ഥ കണ്ട അതിൻ്റെ അകത്ത് ഇരുന്ന് കരയും. ഇത് സത്യമാണോ? അതിൻ്റെ അകത്ത് ചുമ്മാ ഈ സ്ക്രീനിലൊന്നും ഇല്ലല്ലോ. അതിൻ്റെ അകത്ത് ഇരുന്ന് കരയുന്നുണ്ടോ? ഒന്നുമില്ല. മേളിൽ നിന്ന് ഒരാൾ ചുമ്മാ എന്ത് ചെയ്താണ്? നമ്മെ കബളിപ്പിക്കാൻ വേണ്ടി കുറേ ചിത്രങ്ങൾ വട്ടം കറക്കി കാണിച്ചെന്നാണ്. അതിൻ്റെ അകത്ത് എന്താ? കരച്ചിലൊന്നുമില്ല. ഇത് കണ്ട് നമ്മൾ കരയും. ചിരിക്കേണ്ട രംഗം വന്നാലോ ചാടി എഴുന്നേറ്റ് അട്ടഹസിച്ച് കൈകൊട്ടി ചിരിക്കും. അപ്പോൾ ഇത് സത്യമാണ് എന്നുള്ള ബോധം കൊണ്ടല്ലേ ഇതൊക്കെ വരുന്നത്. ഇത് വാസ്തവത്തിൽ അസത്യമാണ്. ഇതാണ് ഈ പ്രപഞ്ചം മുഴുവനും മിഥ്യയാണ്, അതില്ലാത്തതാണ്, ഉണ്ടെന്ന് തോന്നിക്കലാണ്. വാസ്തവത്തിൽ സത്യം എന്താണ്? ഇദ്ദേഹം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഈ കാണുന്ന മാത്രമേ ഉള്ളൂ. ഇതാണ്
കപിലൻ്റെ ദാർശനിക സിദ്ധാന്തത്തിൻ്റെ ഒരു വശം. ഇത് ശരിക്ക് തിരിച്ചറിഞ്ഞിട്ട് വേണം പ്രപഞ്ച വിഭൂതികളെ അനുഭവിക്കാൻ. എന്നിട്ട് അമ്മയുടെ 2-3-4 ചോദ്യങ്ങളുടെ മറുപടി, ഭക്തിയെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, അവസാനം 2 ഗതികളെക്കുറിച്ച്. മനുഷ്യന് ചന്ദ്രമാർഗത്തിൽ കൂടെയും സൗരമാർഗത്തിൽ കൂടിയുമുള്ള 2 ഗതികൾ. ഇത്രയും കൂടി സൂചിപ്പിച്ച് അവിടെ ഉപസംഹരിക്കും. എനിക്ക് 1 മണിക്കൂറിനാണ് എനിക്ക് തന്ന സമയം. അത് എൻ്റെ 7.25 മണിക്കൂറായി. ഇനിയും ഞാൻ മുമ്പോട്ട് നീട്ടില്ല. കപിലോപദേശത്തിലേക്ക് ഞാൻ കടത്തി വെച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഇത് ഭാഗവതം വായിച്ച് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വർഷവും ഈ മള്ളിയൂർ ഗണപതിയുടെ മുമ്പിൽ വന്നിരുന്ന് ഭാഗവതത്തിലെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം ജീവിതത്തിലെ അസുലഭമായ സന്ദർഭങ്ങളിൽ ഒന്നായിട്ട് കാണുന്നു. ഇത്രയും സമയം ക്ഷമയോടെ എൻ്റെ ഈ വാക്കുകൾ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെ കർമ്മത്തിന് എന്നെ എല്ലാ വർഷവും ക്ഷണിച്ചു വരുത്തുന്ന ഇതിൻ്റെ അധികാരികളോട് എൻ്റെ വിനീതമായ നമസ്കാരം അറിയിച്ചുകൊണ്ട്, മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പാദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ഈ വാക്കുകളെ മുഴുവൻ ഞാൻ ഭഗവത് പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.